നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ നാടൻ ഷാപ്പിലെ ബീഫ് ഫ്രൈ, നല്ല കുരുമുളകെല്ലാം ഇട്ടിട്ടുള്ള ബീഫ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക്. ഇതിന് വേണ്ടുന്നത് ചെറിയ ഉള്ളി ഒരു 5-10 ഉള്ളി എടുക്കാം. ഇത് ആവശ്യത്തിനാണ്, നിങ്ങൾക്ക് ടേസ്റ്റ് വേണ്ടിക്കൽ ഉള്ളി എടുത്തു കഴിഞ്ഞാൽ നല്ല ചെറിയ ഉള്ളി നല്ല ടേസ്റ്റാണ്. 2 മീഡിയം സവാള, ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയത് ഒരു 2 ടേബിൾ സ്പൂണിന്, പച്ചമുളക് നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ടിക്ക് എടുത്താൽ മതി. കുരുമുളകും പെരിഞ്ചീരകവും പൊടിച്ചതാണ്, ചതുക്കിയെടുത്തതാണ്. അത് ലാസ്റ്റ് ഫ്രൈ ചെയ്യുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തേങ്ങാക്കൊത്ത് ഒരു 1/2 കപ്പ് എടുക്കുക. പിന്നെ ഇതിന് വേണ്ടുന്ന മസാലകൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഒരു 2-2.5 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ, വിനാഗിരി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. കുറച്ച് ചേർത്ത് വേവിച്ച് കഴിഞ്ഞാൽ ഇത് ബീഫ് വിട്ടുപോകില്ല. പിന്നെ വേണ്ടുന്നത് ഇതിപ്പോൾ ഒരു 750-800 ഗ്രാമോളം ബീഫുണ്ട്. കഴുകി ചെറുതായി കട്ട് ചെയ്തിട്ട് വെള്ളം ഡ്രൈ ആക്കി വെച്ചതാണ്. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു കുക്കർ എടുത്ത് അതിലേക്ക് കഴുകി ഡ്രൈ ആക്കി വെച്ച ബീഫ് ഇടുക. അതിലേക്ക് ഇടേണ്ടത് നമ്മളെ ഉള്ളി സവാള മുറിച്ചിട്ടത് ഇടുക. പിന്നെ ഈ ചെറിയ ഉള്ളി ഇടുക. പിന്നെ ചേർക്കേണ്ടത് ഈ മസാലകൾ മൊത്തം എടുത്തു വെച്ച മസാല മൊത്തം ചേർക്കുക. 2 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചിയും ഈ നോൺ വെജിൻ്റെ അകത്ത് എത്ര ചേർക്കുന്നു അതിനത്ര ടേസ്റ്റ് കൂടും. ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. പിന്നെ ഒരു മൂടിൻ്റെ അകത്ത് കുറച്ച് വിനിഗർ, അതൊരു ആവശ്യത്തിന് മാത്രം ചേർക്കുന്നത്. എന്നിട്ട് നല്ലോണം കൈനെ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു 20-25 മിനിറ്റ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കൂടും. അല്ല നിങ്ങളുടെ സമയം പോലെ. നമുക്ക് ഒരു 2 തണ്ട് കരിവേപ്പിലയും കൂടി ഇടണം. കുറച്ച് സമയം പിടിക്കട്ടെ. നമുക്കിത് അടുപ്പത്ത് വെക്കാം. ചെറിയ തീയിൽ വെക്കണേ. എന്നിട്ട് ഇത് ബീഫ് എങ്ങനത്തെയാണെന്നുള്ള അതിൻ്റെ സ്ട്രക്ചർ നോക്കിയിട്ട് വേണം ഇതിൻ്റെ വിസിലടിക്കാൻ. ഇതിപ്പോൾ അത്ര മൂത്ത ബീഫല്ല, ഒരു 2 വിസിൽ മതിയാവുമെന്നാണ് തോന്നുന്നത്. അത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഒരു 2 വിസിൽ അടിച്ചിട്ടുണ്ട്. ഇപ്പം തീ നമ്മൾ ഓഫ് ചെയ്യുന്നതാണ്. ശരിക്ക് തണിഞ്ഞ് കഴിഞ്ഞിട്ട് മാത്രമേ തുറക്കാവൂ, ഇതിനകത്ത് ഗ്യാസൊന്നും ഉണ്ടാവരുത്. ഇത് ഗ്യാസെല്ലാം പോയിട്ടുണ്ട്. തുറന്ന് നോക്കാം. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിതിനകത്ത് വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ചെറിയ തീയിലാന്ന് പോയിത്തിന് ബീഫ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഫ്രൈ ആക്കേണ്ട പരിപാടി എന്താണെന്ന് നോക്കാം. തീ കത്തിച്ചിട്ടുണ്ട്. ഒരു നോൺ സ്റ്റിക്ക് വെക്കാം നമുക്ക് ഇതിൻ്റെ മുകളിൽ. അപ്പോൾ ഉരുളിയൊന്നും ഇല്ല എൻ്റെ അടുത്ത്, അതുകൊണ്ട് നമുക്ക് നോൺ സ്റ്റിക്ക് വെക്കാം. ചൂടായതിന് ശേഷം നമുക്കിതിൻ്റെ അകത്ത് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണയാണ് ബീഫിന് ബെസ്റ്റ്. ചൂടായി കഴിഞ്ഞാൽ നമ്മൾ തേങ്ങാക്കൊത്ത് ഇതിൻ്റെ അകത്തേക്ക് ഇടുക. അധികം ഫ്രൈ ആവണ്ട, ഒരു ചെറിയ ബ്രൗൺ ആകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കരിവേപ്പില ചേർത്തെടുത്ത് 3-4 കരിവേപ്പില വേണം. നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ലൊരു ബ്രൗൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വേവിച്ച് വെച്ച് ബീഫ് ഉപ്പ് വേണ്ടിക്കൽ ഇടക്കൊന്ന് നോക്കണം. ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഡ്രൈ ആയി വരുന്നുണ്ട്, വെള്ളം വറ്റി വരുന്നുണ്ട്. പക്ഷെ ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ആ പൊടിച്ചു വെച്ച മസാല ഇല്ല, കുരുമുളകും പെരിഞ്ചീരകവും അത് ചേർക്കണം. എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് ഇങ്ങനെ വരും.
ഇത് ഏകദേശം കുറച്ച് ഡ്രൈ ആയിട്ട് നമുക്ക് ഈ മസാല ഇതിൻ്റെ അകത്തേക്കും ഇടാം. നമ്മൾ ചെറിയ തീയിൽ ഇങ്ങനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇങ്ങനെ ഡ്രൈ ആയി വന്ന്, അതായത് സ്പൈസി ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുരുമുളക് ഇടയ്ക്കൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങളെ സ്പൈസി എത്രയാണെന്ന് അതിന് കണക്കായിട്ട് സ്പൈസി ആക്കിയത്. അപ്പോൾ ഇത് ഫ്രൈ ആയി വരുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ യൂസ് ചെയ്യേണ്ടെങ്കിൽ ഇതെടുത്ത് കഴിക്കാം. ഇപ്പം അത് പ്രശ്നമല്ല. എത്ര ഫ്രൈ ആണ് അതിന് കണക്കായിട്ട് നിങ്ങൾക്ക് ഫ്രൈ ആക്കാം. ഷാർപ്പ് ഫ്രൈ നല്ല കറക്റ്റ് ഇതായിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് പച്ചമുളക് ഇട്ടിട്ട് നമുക്കൊന്ന് എടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കഴിക്കാം. ഇതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. നമ്മളെ ഷാപ്പ് ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വേറൊരു വ്യത്യസ്തമായിട്ട് എന്തൊക്കെ നോക്കിയിട്ട് കൊണ്ടുവരാം.